നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. അപ്പോൾ നമ്മൾ ഈ ആഴ്ച പറയുന്നത് തുലാക്കൂർ നക്ഷത്രങ്ങൾ, ചിത്തിര, ജ്യോതി, വിശാഖ നക്ഷത്രക്കാരുടെ ഫലങ്ങളെപ്പറ്റിയാണ് ഈ ആഴ്ച നമ്മൾ പറയണത്. ഈ നാളുകാർക്ക്, ഈ കൂറിപ്പെടുന്ന ഈ നാളുകാർക്ക് അല്പം ദോഷസ്ഥിതികളുണ്ട്, അല്പം സന്തോഷിക്കാനുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്. എന്തായാലും വിഷമിക്കാനില്ല. ഈ നാളുകാർക്ക് തൊഴിൽ സംബന്ധമായിട്ട് അല്പം ഉന്നതിയും അഭിവൃദ്ധിയൊക്കെ വന്നൊരു സമയമാണ് ഇപ്പോൾ ആരംഭിച്ചാക്കണത്. ഈ ചിത്തിര, ജ്യോതി, വിശാഖ നാളുകാർക്ക് തൊഴിൽ രംഗം, ഒരു പ്രവർത്തന മേഖല, ഒരു സംരംഭങ്ങൾ, അതെല്ലാം അല്പം സന്തോഷം അല്ലെങ്കിൽ അഭിവൃദ്ധി അല്ലെങ്കിൽ ഉന്നതിയിലേക്കൊക്കെ പോണ ഒരു സ്ഥിതിയിലായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സമയമാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ഭാഗ്യസ്ഥിതിയാണ്. ചില ആൾക്കാർക്ക് 100-ൽ ഒരാൾക്കെന്ന രീതിയിലൊക്കെ ചില കാര്യങ്ങളിൽ തൊഴിലിലൊക്കെ വൈകല്യങ്ങളൊക്കെ ഉണ്ടാവും, ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. 100-ൽ എന്നോണം ഒരാൾക്ക് 2 പേർക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ. ബാക്കി ഭൂരിഭാഗം ആൾക്കാർക്കും തൊഴിലിൽ ഗുണസ്ഥിതി ഉണ്ടാവും, അഭിവൃദ്ധി ഉണ്ടാവും, സംരംഭങ്ങളിൽ ഉന്നതി ഉണ്ടാവും, വിജയസാധ്യതകളുണ്ടാവും. അപ്പോൾ അതൊരു സന്തോഷസ്ഥിതിയാണ്. പിന്നെ പറയും ധനാഗമനം ഉണ്ടാവും. ധനം ഏതെങ്കിലും രീതിയിൽ നമ്മളിലേക്ക് വരാനുള്ള ഒരു സമയസ്ഥിതിയാണത്. ആരെങ്കിലും തരാനുള്ള പണങ്ങൾ തിരിച്ചു തരുന്ന അവസ്ഥയോ, ഏതെങ്കിലും രീതിയിൽ ജോലിയായിട്ട് ബന്ധപ്പെട്ട് കിട്ടാനുള്ള ധനങ്ങൾ കിട്ടുന്ന അവസ്ഥയോ, അതല്ലെങ്കിൽ പൂർവികരായിട്ട് ബന്ധപ്പെട്ട് നമുക്കുള്ള എന്തെങ്കിലും സ്വത്തുവകകൾ കിട്ടുന്നതോ, അങ്ങനെയൊക്കെ ആയിട്ട് ധനാഗമനത്തിന് സാധ്യത ഉള്ള ഒരു സമയമാണിത്. അതൊരു ഭാഗ്യമാണ്. പിന്നെ പറയണമെങ്കിൽ ചില ശാരീരിക ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടും. അസ്ഥിയായിട്ട് ബന്ധപ്പെട്ടേ, അരക്കിഴുപ്പോട്ട് അസ്ഥിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചില ആൾക്കാർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കും. അതൊരു ഭാഗ്യസ്ഥിതിയാണ്. സന്താന തടസ്സം ഉണ്ടായിരുന്ന അവർക്ക് സന്താന തടസ്സം നീങ്ങും, അല്പം ഗുണസ്ഥിതിയിലേക്ക് വരും. വിവാഹ തടസ്സങ്ങളുണ്ടായിരുന്ന അവർക്ക് വിവാഹ തടസ്സങ്ങൾ നീങ്ങി വിവാഹാധികാരികൾ ഒക്കെ അനുകൂല സ്ഥിതിയിലേക്ക് വരും, ഉറക്കാനുള്ള സാഹചര്യങ്ങളാവും. ഇതൊക്കെ സന്തോഷസ്ഥിതികളാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ അല്പം ക്ലേശങ്ങളുണ്ടാവും, സങ്കടങ്ങളുണ്ടാവും, അലോഹ്യങ്ങൾ വന്നു ചേരും, ഭിന്നമായിട്ട് താമസിക്കേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരും. അതൊരു ബുദ്ധിമുട്ടാണ്. ഈ ചിത്തിര, ജ്യോതി, വിശാഖം നാളുകാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ അല്പം അലോഹ്യങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളൊക്കെ വരും. അതായിട്ട് ബന്ധപ്പെട്ട് മാറി താമസിക്കേണ്ട സാഹചര്യങ്ങൾ വരും, ഭിന്നമായിട്ട് താമസിക്കേണ്ട സാഹചര്യങ്ങൾ വരും. അങ്ങനെ ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. പിന്നെ പറയണമെങ്കിൽ മാനഹാനി, അപകീർത്തി എന്നിവ വന്നു ചേരും. ഏതെങ്കിലും രീതിയിലൊക്കെ ചില ആൾക്കാർക്ക്, ചിത്തിര, ജ്യോതി, വിശാഖം നാളിൽപ്പെടുന്ന ചില ആൾക്കാർക്ക് മാനഹാനി, അപകീർത്തി എന്നിവയൊക്കെ വന്നു ചേരും. അതിനും ഒരു സാധ്യതയുണ്ട്. പിന്നെ വാഹനമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. വാഹനത്തിന് വീഴ്ച, ഒടിവൊക്കെ പറയുന്നുണ്ട്. വാഹനമായിട്ട് നമ്മൾ വീഴാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ അസ്ഥിക്ക് ക്ഷതം, തുന്നിക്കെട്ടൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ ശരിക്കും ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ചിത്തിര, ജ്യോതി, വിശാഖക്കാർക്ക് വാഹനം കൊണ്ട് ദോഷസ്ഥിതി, വാഹന ഉപയോഗം കൊണ്ട് ദോഷസ്ഥിതിയുള്ള ഒരു സമയമോ സന്ദർഭമൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ പറയുകയാണെങ്കിൽ യാത്രകൾക്ക് അല്പം സാധ്യതയുണ്ട്. ചില പ്രതീക്ഷിക്കാതെയുള്ള തീർത്ഥയാത്രകൾ, ടൂറ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതൊന്നും കയ്യിൽ നിന്ന് കാശ് മുടക്കി വേണമെന്നില്ല, അല്ലാതെയൊക്കെ നമുക്ക് പോകാൻ സാധിക്കുന്ന ഒരു സന്ദർഭങ്ങളും അതിനുള്ള എന്താ പറയുക സാഹചര്യത്തിലൊക്കെ ഒത്തുചേരും. അങ്ങനത്തെ ഒരു സമയം കൂടിയാണിത്. പിന്നെ മാതാപിതാക്കളൊക്കെ ആയിട്ട് നല്ല ലോഹ്യത്തിലാവും. അലാഹ്യത്തിലിരുന്ന ആൾക്കാരുണ്ടെങ്കിൽ കുടുംബത്തിൽ മാതാപിതാക്കളൊക്കെ ആയിട്ട് നല്ല ലോഹ്യത്തിൽ വരും.
ഒരു സന്തോഷത്തിനൊക്കെ ഇടയാവും. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യസ്ഥിതിയാണ്. പിന്നെ സന്താനങ്ങളെ കൊണ്ട് സന്തോഷസ്ഥിതി ഉണ്ടാവും, സന്താനങ്ങൾക്ക് ഉന്നതി ഉണ്ടാവും, സന്താനങ്ങൾക്ക് വിവാഹയോഗം, വിദ്യാഭ്യാസ യോഗം, ജോലിയിലുള്ള യോഗങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും വന്നു ചേരും ഈ നാളുകാര സന്താനങ്ങൾക്ക്. അങ്ങനെയൊക്കെയുണ്ട്. അങ്ങനെയൊക്കെ കുറേ ഗുണങ്ങളും ശകലം ദോഷങ്ങളൊക്കെയാണ് ഈ നാളുകാർക്ക് ഈ സന്ദർഭത്തിൽ ഈ സമയത്തിലുള്ളത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ മാറാവുന്നതുള്ളൂ. ഈ വരുന്ന ദോഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ധനമായിട്ട് വല്ല ബുദ്ധിമുട്ട് വരണമെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് ബാധിക്കാതിരുന്നോളൂ. ശരീര ബുദ്ധിമുട്ട് വരുന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക, അതും ബാധിക്കാതെ പൊക്കോളൂ. വാഹനമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ആ വാഹനാധികാരികളൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. നമ്മളിപ്പോൾ പറഞ്ഞല്ല, നമുക്ക് മനസ്സിലായി നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും ഭൂരിഭാഗവും ബാധിക്കില്ല. അലോഹ്യങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൽ അലോഹ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അലോഹ്യങ്ങൾ വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളും കുറച്ച് സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ് ഈ തുലാക്കൂറുകാർക്ക് ആരംഭിച്ചിരിക്കുന്നത്. ഒന്നുകൂടി പറയാം, തൊഴിലിൻ്റെ വൃദ്ധി ഉണ്ടാവും, സംരംഭങ്ങളുടെ വൃദ്ധി ഉണ്ടാവും, ധന ലാഭം ഉണ്ടാവും, അരക്കീഴ്പ്പെട്ടുള്ള രോഗാവസ്ഥകൾക്ക് മോചനം ലഭിക്കും, കുടുംബത്തിൽ മാതാപിതാക്കളെക്കാട് നല്ല രീതിയിൽ ലോഹ്യത്തിലാകും, സന്താനങ്ങളെ കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാവും, വിവാഹതടസ്സങ്ങൾക്ക് ഒരു നീക്കിയിരിപ്പ് ഉണ്ടാവും, വിവാഹാധികാരികൾ നടക്കും, ഉറക്കും, സന്താനാധികാരികൾ അനുകൂലസ്ഥിതിയായിട്ടുള്ള സമയമാണ്. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. ദോഷസ്ഥിതിയാണെങ്കിൽ ചില ആൾക്കാരെ തൊഴിൽ സംരംഭങ്ങളിൽ അല്പം ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. പിന്നെ പറയും ശാരീരിക ബുദ്ധിമുട്ട്, വയറായിട്ട് ബന്ധപ്പെട്ട ചില അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ അലോഹ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. വാഹനോപയോഗം ശ്രദ്ധിക്കണം. വാഹനം കൊണ്ട് വീഴ്ചോടിവ്, തുന്നിക്കെട്ടൊക്കെ പറയുന്നുണ്ട്, മനഹാനി പറയുന്നുണ്ട്, അപകീർത്തി പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ സന്ദർഭത്തിലുണ്ട്. ദോഷങ്ങളും ഗുണങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും അത് കൃത്യമായിട്ടൊക്കെ ചിന്തിച്ചൊക്കെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ ഈ ദോഷമുള്ള ആൾക്കാർക്ക് വഴിപാട് കൊണ്ട് പ്രായശ്ചിത്തം ഉണ്ടാവും, വഴിപാട് കൊണ്ട് മോചനം കിട്ടും. മഹാദേവന് പിൻവിളക്ക്, ജലധാര എന്നീ വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കാം ഈ ദോഷമുള്ള ആൾക്കാർ. പിന്നെ അതുപോലെ തന്നെ മഹാവിഷ്ണുവിന്, കൃഷ്ണന് നെയ്വിളക്ക്, ഭാഗ്യസുപ്ത മന്ത്രാർച്ചന കഴിച്ച് പ്രാർത്ഥിക്കാം, അത് നല്ലതാണ്. ഭദ്രകാളി ദേവിക്ക് കടുംപായസം കഴിച്ച് പ്രാർത്ഥിക്കാം. ഇതൊക്കെ ഈ ദോഷങ്ങൾക്ക് ശമനം കിട്ടുന്ന വഴിപാടുകളാണ്. ഈ വഴിപാട് കഴിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുറേ ദുരിതങ്ങളും ദോഷങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും, സംശയം വേണ്ട. എന്താണ് എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യം സമൃദ്ധിയൊക്കെ വരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരുടെയും ദോഷങ്ങളും ദുരിതങ്ങളും ആപത്തിലെല്ലാം നീങ്ങണം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടമാണ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളുടെ സംരംഭം പ്രോത്സാഹിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യം സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. ഓ നമഃ ശിവായ, ഓ നമഃ ശിവായ, നമഃ ശിവായ. ശുഭദിനാശംസകൾ.